നിരവധി തോടുകളും കാനകളുമുള്ള നഗരമാണ് കൊച്ചി. 2 വർഷം മുമ്പ് മുല്ലശ്ശേരി തോട്ടിൽ ശുചീകരണ തൊഴിലാളി വീണ് മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികളും പറയുന്നത്. പല സ്ഥലങ്ങളിലും ഈ മാലിന്യം കുന്നുകൂടി കിടക്കുന്ന അവസ്ഥയുണ്ട്. അതോടൊപ്പം തന്നെ സുരക്ഷിതമായ വേലികൾ നിർമ്മിക്കാത്തതും ഈ അപകടം ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ടെന്നുകൊണ്ടാണ് ഒരു ആക്ഷേപം. ഇപ്പോൾ കൗൺസിലറായ അരിസ്റ്റോട്ടിൽ ചേരുകയാണ്. തിരുവനന്തപുരത്തെ സംഭവം അറിഞ്ഞിരുന്നില്ലേ? അതുപോലെ കൊച്ചിയിലും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലല്ലേ? നേരത്തെയും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുമുണ്ടല്ലോ. തീർച്ചയായിട്ടും നിരവധിയായ സംഭവങ്ങൾ കൊച്ചി നഗരത്തിലുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സീനാത്തോടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 2 തൊഴിലാളികൾ മരിക്കുന്ന ഒരു കാര്യമുണ്ടായി. സംരക്ഷിത വേലി ഇല്ലെന്നുള്ളതൊരു പ്രശ്നമല്ലേ? ഇപ്പോൾ ഈ പല തോടുകളും കാലവർഷ സമയത്ത് നിറഞ്ഞു കവിഞ്ഞാൽ തോടേതാണ് റോഡേതാണെന്ന് അറിയാത്ത അവസ്ഥയുണ്ടാകും, ഫെൻസിങ് ഇല്ലാത്തപ്പോൾ. അത് മറ്റൊരു അപകടത്തിലേക്ക് കൊണ്ടുവരും. ഈ കഴിഞ്ഞ വർഷം കോടതി വളരെ രൂക്ഷമായി പറഞ്ഞൊരു കാര്യമാണ്, പനമ്പള്ളി നഗറിൽ ഒരു കുട്ടി വീണ് ഒഴുകിപ്പോയപ്പോൾ അടിയന്തരമായി ഈ കനാലുകൾ ഫെൻസ് ചെയ്യണമെന്ന് പറഞ്ഞു. അന്ന് ആ ഭാഗം കോടതി എന്തെങ്കിലും പറയുമ്പോൾ ആ ഭാഗത്ത് മാത്രം ഫെൻസിങ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസമാണ് കൊച്ചിയിൽ മാലിന്യം ശേഖരിക്കുന്ന തമിഴ്നാട് സ്വദേശിയായ മുത്തുരാജ് തോട്ടിൽ വീണ് മരിച്ചത്. നമ്മളോടൊപ്പം മാലിന്യം ശേഖരിക്കുന്ന തൊഴിലാളികളുടെ സംഘടനയുടെ നേതാവ് ചേരുകയാണ്. അന്ന് എന്തായിരുന്നു സംഭവിച്ചത്? അന്ന് സ്ഥിരം ചെയ്യുന്ന പോലെ മാലിന്യം ശേഖരിച്ച് രാവിലെ ഇതെല്ലാം ലോറി കയറ്റി അയച്ചതിന് ശേഷം മുച്ചക്ര വണ്ടിയും ബക്കറ്റും ചാക്കും ഒക്കെ കഴിയുന്നതിന് വേണ്ടി തോട്ടിലിറങ്ങിയതാണ്. പിന്നെ എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ അനിയൻ വന്നിട്ട് ആ തോടൊക്കെ തപ്പിയിരുന്നു, ആളെ കിട്ടിയില്ല. പിറ്റേ ദിവസം ജഡം വെളുപ്പിന് പൊങ്ങിയപ്പോഴാണ് അറിയുന്നത്. ഈ ചീഞ്ഞളിഞ്ഞ വെള്ളം ഒഴുകുന്ന കനാലിലും ഒക്കെ തന്നെയാണ് അവരുടെ വണ്ടിയും മറ്റേതെല്ലാം കഴുകുന്നത്. അപ്പോൾ അതിൽ വീണ് മരിക്കുക എന്ന് പറഞ്ഞാൽ ആ മലിന ജലം കുടിച്ചിട്ടാണ് ആ തൊഴിലാളി മരിക്കുന്നത്. തോടിൻ്റെയൊക്കെ അവസ്ഥ എങ്ങനെ? തോട്ടിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ എടുത്തു കളയാൻ വേണ്ടിയിട്ട് മെഷീനാണോ ഉപയോഗിക്കുന്നത് ഇപ്പോഴും, അതോ മനുഷ്യന്മാരെയാണോ ഉപയോഗിക്കുന്നത്? ഇപ്പോഴും മാനുവൽ ലേബർ തന്നെ ഉപയോഗിക്കുന്നത്. അടിയന്തര ഘട്ടങ്ങളിൽ മാത്രം പൊക്കളൈൻ ഉപയോഗിച്ചിട്ട് ചെളി മാറ്റാറുണ്ട്. അതായത് എല്ലായിടത്തും വെള്ളം തിങ്ങി നിറഞ്ഞ് വെള്ളം പോകാതെ ആകുന്ന സന്ദർഭത്തിൽ മാത്രമാണ് അത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ മാനുവൽ ലേബർ ഓരോ ഡിവിഷനിലെ HIമാരും ഹെൽത്ത് ഇൻസ്പെക്ടർമാരും അതായത് കൗൺസിലർമാരും കൂടി തീരുമാനിച്ചിട്ട് തൽക്കാലത്തേക്ക് ഈ തൊഴിലാളികൾ വെച്ച് പണിയെടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. തിരുവനന്തപുരം സംഭവിച്ചതുപോലെ ഏത് നിമിഷവും ഒഴുക്കൽപ്പെട്ട് പോകാനുള്ള സാധ്യത ഇവിടെ ഉണ്ടല്ലേ? ഏത് സമയത്തും മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം തൊഴിലാളികൾ പണിയെടുക്കുന്നത്. തൊഴിലില്ലായ്മ പെരുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ട് അവർക്ക് ആകെയുള്ളത് തൻ്റെ കായികമായ അധ്വാനവും പണി ചെയ്യാനുള്ള വിൽ പവറും. ഇത് മാത്രമാണ് ഈ തൊഴിലാളികളെ ഈ തൊഴിൽ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. കുടുംബത്തെ ഓർത്തിട്ട് കുടുംബം സംരക്ഷിക്കാൻ വേണ്ടി ഏറ്റവും മോശപ്പെട്ട സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം 76 വർഷമായിട്ടും ഈ തൊഴിലാളികളെ മനുഷ്യരായി പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് പോലും ഒരു റേപ്പ് നടന്നാൽ നമ്മൾ പറയും ഇനി ഒരു റേപ്പ് ഉണ്ടാകരുത്. തൊഴിലാളി മരിക്കുമ്പോൾ പറയും ഇനി ഇങ്ങനെ തൊഴിലാളി മരിക്കരുത്. പക്ഷേ അടിസ്ഥാന സാഹചര്യങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും ഭരണകൂടം സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ തൊഴിലാളികളും നമ്മുടെ പൗരന്മാരാണ്. അവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്, സുരക്ഷിതമായി ജീവിക്കാനുള്ള അവകാശമുണ്ട്, സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് ഉറപ്പാക്കുകയാണ് വേണ്ടത്. ഇനിയും ഇത്തരത്തിൽ ഈ ശുചീകരണ തൊഴിലാളികളുടെ ജീവൻ നഷ്ടമാകുന്നൊരവസ്ഥ ഉണ്ടാകരുത്. അവരുടെ ആത്മാഭിമാനം സംരക്ഷിച്ചുകൊണ്ട്, അവരുടെ ജീവിതം സംരക്ഷിച്ചുകൊണ്ട്, അവരുടെ തൊഴിൽ സുരക്ഷിതമാക്കിക്കൊണ്ടുള്ള നടപടികളായിരിക്കണം ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും വ്യക്തമാക്കുന്നത്. ബിനു പാമ്പക്കൊപ്പം S. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.